ഒറ്റപ്പെട്ടു പോയി തനിച്ചായി എന്നൊക്കെ തോന്നിയാൽ ഞാൻ നേരെ ബാഗ് പാക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിലോട്ട് വരും, എൻ്റെ മമ്മിയുടെ അടുത്തേക്ക്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരാതിയില്ല. കാരണം അവരുടെക്കാളും കൂടുതൽ ഈ ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പറമ്പ് വിസിറ്റ് മസ്റ്റാണ്. സോ ഞാൻ പറമ്പിലൊക്കെ പോയി പുതിയ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നോക്കി കണ്ടേ വന്നു. എന്നെ പുറത്ത് കണ്ടപ്പോൾ കുഞ്ഞുപപ്പ എനിക്ക് വീട്ടിലുണ്ടായ ഒരു കക്കിരി തന്നു. വീട്ടിൽ കയറിയപ്പോൾ മമ്മിയുടെ പെറ്റിന് തീറ്റ കൊടുക്കണ തിരക്കില്ല. നേരെ പറമ്പിലായ ചീര ഉപ്പേരിയാക്കി. എന്നിട്ട് ബാക്കിയുള്ള കറിപ്പണി തുടങ്ങി. വീട്ടിൽ വന്നാൽ ഇതുപോലെ തേങ്ങ ഉടച്ച് വെള്ളം കുടിക്കല് ശീലാണ്. ഇതൊരു നൊസ്റ്റാലജിക് ഫീലാണ്. പിന്നെ ഈ ഐസ്ക്രീം കണ്ടതിന്റെ സന്തോഷം എൻ്റെ മമ്മിയുടെ അമ്മയുടെ മുഖത്ത് കണ്ടോ. ഈ ഒരു ഹാപ്പിനെസ് കണ്ട പിന്നെ ഞാൻ ചാർജായി. ഇവരൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ചുമ്മാ എന്നെ ആരും സ്നേഹിക്കണില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നായിരുന്നത്. ഞാൻ എന്തും മണ്ടിയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാത്രമല്ല, നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് അങ്ങനെ മണ്ട ചിന്തകളൊക്കെ വരും. ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുമ്പോൾ ജോയി പാപ്പ എനിക്ക് മൽബറി കൊണ്ടുവന്ന് തന്നു. മിക്ക സമയങ്ങളിലും ഞാൻ നാട്ടിൽ വന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആട്ടോ. ഈവനിങ് ഒരു കോഫി കുടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു.